ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടേക്കാണ് നോക്കണ്ടത് നമ്മള്. എനിക്കത് ഇവിടേക്ക് നോക്കിയിട്ട് ഞാൻ എന്നെ നോക്കിയിട്ടാ പറയണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വിചാരിക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് കൊറേ ആയി പറയണു റൂമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതാണ് നമ്മുടെ റൂം എന്ന് നമ്മൾ കുറെ വട്ടം പറഞ്ഞു വീഡിയോയില്. അപ്പൊ ഇന്ന് ഞങ്ങള് എന്ത് കാണിച്ചാൽ വിചാരിച്ചു നിങ്ങൾക്ക്? റൂം ടൂർ കാണിച്ചാൽ വിചാരിച്ചു. അപ്പൊ ധ്യാനന്റെ കയ്യില് ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. കയ്യിലൊക്കെ കളർ അടിക്കായിരുന്നു കേട്ടോ. അപ്പൊ കൈ കഴുകാൻ പറഞ്ഞിട്ട് പറഞ്ഞയച്ച കൈയല്ല കഴുകിയത്, കൈ കഴുകാൻ പറഞ്ഞയച്ചിടായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടുത്തെ ചൂടൊക്കെ? ഇവിടെ ഞങ്ങൾ വെന്തുരുക്കിയിരിക്കുകയാണ്. നല്ല ചൂട് തന്നെയാണ് കേട്ടോ ഇവിടെ. പിന്നെന്താ നമ്മുടെ വിശേഷങ്ങള്? പുതിയ വിശേഷങ്ങള് ധ്യാനത്തിന് മുടിയൊക്കെ വന്നു, കുറേശ്ശെ വന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ നമുക്ക് റൂം ടൂറിലേക്ക് കിടക്കാം. ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം. നമ്മുടെ പാലടച്ച് കേട്ടെ, നമുക്ക് സർപ്രൈസ് ആയിട്ട് തുറക്കാലോ. ധ്യാനന്റെ ഉള്ളിലൊന്നോ സോറി, ഞാനേ ഇവിടെയൊക്കെ ലൈറ്റും ഒക്കെ ഇട്ട് വെച്ചേക്കാണ്. കിടത്തട്ടെ, എന്താ വരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. ഞാൻ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂം. ഇതിൻ്റെ ഇപ്പുറത്തും അതേപോലെ ഇപ്പുറത്തൊക്കെ താരവിടെ എത്തി നോക്കണ്. ഇപ്പുറത്തൊക്കെ ഭയങ്കര ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ധ്യാനുട്ടൻ്റെ പണിയാണ്. ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ, ചോക്കോണ്ടൊക്കെ വരച്ചതാണിത്. പിന്നെ ഇങ്ങോട്ട് വായോ ധ്യാനുട്ടൻ, ഇങ്ങോട്ട് വായോ. ആദ്യം തന്നെ ഇതെങ്ങനെ ഇവിടെ എത്തി? അമ്മേന്റെ മേടിച്ചിട്ട് ആര് പറഞ്ഞിട്ടിട്ടു? സത്യം പറയണം, വീടെടുക്കുമ്പോ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. മേടിച്ചിട്ട് ആരാ പറഞ്ഞു ഇവിടെ തന്നെ ഇടണമെന്ന്? ഇത് എന്റെ പഴയ ബാഗിൽ, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന ബാഗിൽ ഉണ്ടായിരുന്ന കേട്ടോ. അലമാരയൊക്കെ ഒതുക്കിയില്ലേ, അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ ഈ സാധനം കിട്ടി. അപ്പോൾ ഇത് ധ്യാനുട്ടന് കൈക്കലാക്കി. ധ്യാനുട്ടൻ ഇവിടെ ഇടണം പറഞ്ഞിട്ട് ഞാൻ തന്നെയായിട്ട് ഇട്ട് കൊടുത്തത്. അവ ഇടണം പറഞ്ഞിട്ട്. നിങ്ങൾ ഈ റൂം ടൂർ മുന്നേ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ധ്യാനിച്ച് താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഫാനൊന്നും നിർത്തുന്നുണ്ട് കേട്ടോ, ഫാൻ ഇട്ട സൗണ്ട് ആക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ്. ഇവിടെ എന്തൊക്കെ ഒട്ടിച്ച് വെച്ചത് ധ്യാനുട്ടൻ്റെ പരിപാടി തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള ഒരു ഫാനാണ് നമുക്കിവിടെ താഴെ കാണുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫാൻ മാത്രം ഇവിടെ ഉള്ളൂ എന്ന്. പക്ഷേ ഈ ഫാൻ മാത്രമല്ല, നമുക്ക് മുകളിൽ വേറെ ഫാനുണ്ട്. ഇത് ഞാനിപ്പോൾ ഓഫാക്കിയതാ കേട്ടോ. അതിൻ്റെ സൗണ്ട് കാരണം വീഡിയോ കേൾക്കില്ല വിചാരിച്ചിട്ട് ഞാൻ ഫാൻ ഓഫാക്കിയില്ല. ഓഫായിട്ടത്. നമുക്കിപ്പോൾ ഇവിടെ എത്ര ഫാനുണ്ട്? 2 ഫാൻ. ചൂട് കാരണം നമ്മൾ ആദ്യം ടേബിൾ ഫാനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ടേബിൾ ഫാന് കേട് വന്നു വെച്ചാൽ കറങ്ങണമൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ സ്റ്റാൻഡിന് ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ മുകളിലുള്ള ഇത് പുതിയ ഫാനാട്ടോ, മുകളിലത്തെ പുതിയ ഫാനാണ്. അപ്പൊ അത് വാങ്ങിയിട്ട് അത് കറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി കാറ്റുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എന്നാ ഒരു ചൂട് കാറ്റ് പോലെയാണ് എടുക്കണത്. അപ്പൊ പിന്നെ ഈ ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അപ്പോഴും കറങ്ങുണ്ടായിരുന്നു. കണ്ണിട്ട് ഇവിടെ കെട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാച്ചെങ്കിൽ നല്ല കാറ്റാണ്. ഞങ്ങളാച്ചെങ്കിൽ താഴെയാണല്ലോ എടുക്കണത്. അപ്പൊ ഇത് താഴത്തേക്ക് നല്ല കാറ്റാണ്. അപ്പൊ കണ്ണേട്ട് അത് കെട്ടി സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ രാത്രി ഞങ്ങള് മുകളിലത്തെ ഫാൻ ഇടും. ഇതും ഈ ബാക്ക് ക്യാമറയിൽ ഞാൻ ഈ ഷെൽഫ് മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഡോറിന്റെ ഇപ്പുറത്ത് ഫാന്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തരാം. അതിന്റെ മുന്നേ ഇത് കാണിച്ചു തരാം കേട്ടോ, ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫാന്. അപ്പോൾ ഈ ഷെൽഫിൽ എന്താ വെച്ചാൽ ഇതൊക്കെ ഞങ്ങളുടെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഇങ്ങനെ കാണാല്ലേ, ഇവിടെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ്, കണ്ണാട്ടിന്റെ ഒക്കെ സാധനങ്ങൾ വെക്കണത്. കണ്ണാട്ടിന്റെ ചീർപ്പ്, വാച്ച്, ചാർജർ. പിന്നെ അതേപോലെ ഇതിന്റെ മുകളില് ഇതെന്താടാ ധ്യാനുട്ടാ? ഇത് ധ്യാനുട്ടൻ തന്നെ പറഞ്ഞു. കഴുത്തിലിടുന്നതൊക്കെ ഉണ്ട്. ധ്യാനുട്ടൻ തന്നെ ഇത് ഇവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ഇത് ധ്യാനുട്ടൻ ഇട്ട് കാണിച്ചു തരാന്നാ പറയണത്. ഇത് രണ്ടും അയ്യോ ചൂട് എടുക്കണ ഫാൻ ഇടാണ്ടായപ്പോ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കാം. ഇത് ധ്യാനുട്ടൻ UKGയിലെ ടാലന്റ് എക്സാമിന് ജയിച്ചപ്പം 8 റാങ്കാണ് കേട്ടോ. ഫസ്റ്റ് 3-ാം റാങ്ക് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ധ്യാനുട്ടന് 8ാം റാങ്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ അങ്ങനെ എടുത്തിട്ട് ഇവിടെ വെച്ചേക്കായിരുന്നു കേട്ടോ. ഈ രണ്ടുണ്ടായിരുന്നു. ഹെഡ്സെറ്റ്, കുറച്ച് ചില്ലറൊക്കെ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ടോർച്ച്, കണ്ണേട്ട വാങ്ങിയ പുതിയ ടോർച്ച്. ഇവിടെയും കത്തും ഇവിടെയും കത്തും കേട്ടോ. അയ്യോ പൊട്ടിച്ച്. പിന്നെ ഒരു മയിൽപ്പീലി ഇരിക്കുന്നുണ്ട് അവിടെ. പിന്നെ
നിൽക്കട്ടെ. ധ്യാനുട്ടൻ്റെ ഈ സാധനങ്ങളൊക്കെ ചൂടെടുക്കണില്ല. എനിക്ക് ഹാളിൽ ഫാറ്റായിരുന്നു, നീ അവിടേക്ക് പൊക്കോ വേണമെങ്കിൽ. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ചധികം സാധനങ്ങളുണ്ട്. ഇത് ഇന്ത്യ കേട്ടോ. അയ്യോ അയ്യോ, ഒന്നെടുത്താൽ ഒന്നും വീഴുന്ന എപ്പോഴും കണ്ണേട്ടൻ പറയും. ശരിയാ. അപ്പോൾ ഇതവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ പൗഡർ കളയല്ലേ, അതൊക്കെ കണ്ണായിട്ട് ഇടണം കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 2 നമ്മുടെ ഡപ്പയിൽ കൊള്ളാത്തത് പുറത്തേക്ക് ഇറക്കി വെച്ചതാട്ടോ ഞാൻ. ഇതെൻ്റെ സാധനങ്ങൾ, ഇത് ധ്യാനുട്ടൻ്റെ മെഡിക്കൽ ഷോപ്പ്, ഇത് എൻ്റെ സാധനങ്ങൾ, ഇതൊക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആട്ടോ. ഈ നടുക്കിലത്തെ അല്ലാത്ത ബാക്കി മുകളിൽ മുതൽ ഇതുവരെ ഉള്ളത് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു കള്ളിയിൽ അതൊക്കെയാണ് ഉള്ളത്. ഇനി മുകളിലത്തെ കള്ളിയിലേക്ക് വരുമ്പോൾ അതിലൊക്കെ ഞാൻ എന്തൊക്കെയോ ഒതുക്കി പറക്കി. ഇത് 2 കുടുക്കയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഇവിടെ ഒരു ഡ്രിമ്മർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ബോക്സ്, ഇത് എൻ്റെ ഒരു ചെരുപ്പിൻ്റെ ബോക്സ് ആട്ടോ. അതിൽ ഞാൻ എൻ്റെ പഠിക്കണതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ, സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസ് വെച്ചേക്കാം. മുകളിൽ അയൺ ബോക്സ് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഷെൽഫ് ഇത് ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഹോം ടൂർ കണ്ടവർക്ക് അറിയാം, ഞാൻ മുന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബോക്സുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുന്നേ ഒന്ന് ഞാൻ യൂസ് ചെയ്യണ സമയത്ത് ഇതേപോലെയൊക്കെ ഞാൻ ഒരു ഇതേപോലത്തെ അട്ടകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഞാൻ എല്ലാം വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാടൊക്കെ മാറ്റങ്ങൾ വന്നു. ബോക്സ് ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്നാട്ടെ, എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നാട്ടെ ഈ ബോക്സ് അച്ഛൻ തന്നത്. ഇത് പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് തോന്നുന്നു. 3 സ്റ്റെപ്പുകൾ ഇതിലെ അതായത് എന്താ പറയുക, ഓയിൽമെൻറ്റ്, പിന്നെ അതേപോലെ മറ്റേ ടോർച്ചിൻ്റെ, പിന്നെ ധ്യാനുട്ടൻ്റെ വണ്ടിയുടെ അങ്ങനത്തെ ഡ്രിമ്മറിൻ്റെ അങ്ങനത്തെ ഒക്കെ ചാർജറുകളൊക്കെ ഇതിലുണ്ട്. ഇതിൽ പിന്നെ കണ്ണേട്ടൻ്റെ മാല, കഴിച്ചാൻ, പിന്നെ രാത്രി ഇടുന്ന ലൈറ്റ്, ഇതിൽ ഓയിൽമെൻ്റൊക്കെയാണ് കേട്ടോ. ഇതെൻ്റെ മിഷ്യൻ്റെ ഓയിലാട്ടോ. അയ്യോ, ഈ ചെക്കൻ പിന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഷെൽഫിൽ ഇതാ ഇത്ര സാധനങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെയൊക്കെ നമുക്ക് വരച്ചിട്ട് ധ്യാനിട്ട് ഇവിടെ കുറേ ഒട്ടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കീറി കളഞ്ഞു. എന്താ 22, 25? അപ്പോൾ അത് അവനെ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ മായസാട്ടോ. പിന്നെ ഇവിടെ ഇതേപോലെ എപ്പോഴും ഉണ്ടാവും ഇവിടെ ഒരു തുണി, അതായത് യൂസ് ചെയ്യാത്തൊരു തുണി ഞാൻ എപ്പോഴും ഇടാറുണ്ട്. ധ്യാനുട്ടൻ്റെ ചെറുപ്പ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യാത്തൊരു തുണി റൂമിൽ എപ്പോഴും ഉണ്ടാവും. ധ്യാനുട്ടൻ മൂത്രം ഒഴിക്കുമ്പോൾ തുടയ്ക്കാനും അങ്ങനത്തെ വേണ്ടിയിട്ട് ധ്യാനുട്ടൻ്റെ ചെറുപ്പകാലത്ത് തുടങ്ങിയ ശീലമാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ ശീലമൊക്കെ മാറി. പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു തുണി ഇവിടെ ഇടും. കാല് തുടയ്ക്കാനായി എന്തെങ്കിലും ആവശ്യത്തിന്. എനിക്ക് അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഇതിപ്പോ കണ്ണേട്ടന്റെ പഴയ പാന്റാണ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ മുന്നേ എന്റെ ടോപ്പായിരുന്നു. ഇപ്പൊ കണ്ണേട്ടന്റെ ഒരു പഴയ പാന്റാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞു. അയ്യോ, ചൂടെടുക്കണമൊക്കെ ഫേഡാത്ത കാരണേ നമുക്ക് മൈക്ക് കേട് വന്ന കാരണം പറയണത് കേക്കില്ല ഫേട്ടാല്. പിന്നെ ഇതാ ഇവിടെ ഈ ഷെൽഫിനോട് ചേർന്നിട്ട് ഇവിടെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇല്ലേ എന്താ പാമ്പിന്റെ പേര് ഇവിടെ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് പാമ്പിനെ പേടിയുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യും. എല്ലായിടത്തും പാമ്പാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ധ്യാനുട്ടന്റെ ചെറുപ്പത്തിലത്തെ അലമാരിയായിരുന്നു അല്ലേ. ഇതിന് കവറൊക്കെ ആയിട്ട്, ഇതിന് കവർ കണ്ടിട്ടുണ്ടാവും ധ്യാനുട്ടന്റെ അലമാര. പണ്ടത്തെ കവറൊക്കെ ആയിട്ട് സിബൊക്കെ ആയിട്ടുള്ളായിരുന്നു കേട്ടോ. ധ്യാനുട്ടന്റെ ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്ന അലമാരിയാണ്. പിന്നെ ആ കവറൊക്കെ കേട് വന്നു. പിന്നെ ധ്യാനുട്ടന് ബർത്ത്ഡേക്ക് വേറൊരു അലമാര വാങ്ങി. ഞാൻ ഓൺലൈനിൽ വാങ്ങിയതിൽ ഏറ്റവും നഷ്ടക്കച്ചവടമായിരുന്നു ഇത്. എന്താ വെച്ചാൽ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ അലമാര മേടിച്ചതില്ലേ. പക്ഷെ ഞാൻ ഫോൺ കാണുമ്പോ അവന്റെ ഫോട്ടോ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോ അമ്മ അച്ഛനും ഓർഡർ ചെയ്ത് ഞാൻ കണ്ടു. അതായത് അവന് സർപ്രൈസ് കൊടുക്കാനായിരുന്നു. പക്ഷെ അവൻ ഫോണിൽ നോക്കി എല്ലാം കണ്ടുപിടിച്ചാച്ചു. അതാണ് ഉദ്ദേശിച്ചിട്ട്. അപ്പൊ ഞാൻ വാങ്ങിയതിൽ ഏറ്റവും നഷ്ടക്കച്ചവടമാണ് ഈ ഒരു അലമാര എന്ന് പറഞ്ഞത്. ഞാനത് ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾ ആരും ഇത് വാങ്ങരുത്. അപ്പം ഇത് വാങ്ങിയപ്പോഴാണ് നമ്മൾ ഈ അലമാര ഞാൻ കവറൊക്കെ ഓൾറെഡി കീറിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഞങ്ങളുടെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് എടുത്തത്. ഇതിൻ്റെ ആദ്യത്തെ ഇതിൽ തന്നെ എൻ്റെ കുറേ ധ്യാനുട്ട് എഴുതിയത് ഞാൻ എഴുതിയതാട്ടോ. ഇതിൽ പിന്നെ എൻ്റെ പഠിക്കണേൻ്റെ കുറച്ച് സാധനങ്ങൾ, ടാപ്പ് കാര്യങ്ങൾ, എൻ്റെ സ്കെയിലുകൾ, ഫ്രെയിമുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ എൻ്റെ പഠിക്കണേൻ്റെ തന്നെയാണ് കേട്ടോ ഈ കളിയിലുള്ളത്. എൻ്റെ നീഡിൽ, പിന്നെ അതേപോലെ ട്രേസിങ് വീല് കണ്ടിട്ടില്ലേ, ഡ്രസ്സിൽ ഇങ്ങനെ ആക്കണം കേട്ടോ ട്രേസിങ് വീല്. ഇതിൽ ഞാൻ പേനയും അങ്ങനെ പെൻസിൽ കാര്യങ്ങൾ ഇതൊക്കെ ഇടണതാണ് കേട്ടോ. ഈ ഒരു ഇതിൽ എൻ്റെ ഇതേപോലെ
നൂല്, പിന്നെ അതേപോലെ നെക്ക് ഡിസൈനൊക്കെ ചെയ്യണത്. അങ്ങനെ അടിയിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എംബ്രോയ്ഡറി നൂലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, നിറഞ്ഞിരിക്കുകയാണ് ഈ സാധനം. ഇതിലും അതേപോലെ തന്നെ സീക്വൻസ് ബീഡ്സ്, പിന്നെ അതേപോലെ അതിൻ്റെ നൂല്, കത്രിക കാര്യങ്ങൾ, അങ്ങനത്തെ അത്ഭുത സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ ആ ബോക്സിലുണ്ട് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെക്കട്ടെ. നമുക്ക് ഈ വീഡിയോ വേഗം തന്നെ അവസാനിപ്പിക്കാം. ഫാനില്ലാത്ത കാരണം നല്ല ചൂടെടുക്കുന്നുണ്ട്. ഇതിൽ സ്റ്റേപ്ലെയർ, പിന്നെ എൻ്റെ നൂലും കാര്യങ്ങളൊക്കെ, പിന്നെ ഇവിടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. ഇതിൽ എൻ്റെ എന്താ പറയുക സിബ്, പിന്നെ അതേപോലെ എലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ പഠിക്കണ ഐറ്റംസ് തന്നെയാണ്. പശ, കത്രിക, ഇതിനിടയിൽ ധ്യാനുട്ടൻ്റെ ക്രയോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ അറയിൽ എൻ്റെ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഈ താഴത്തേക്ക് ഈ വിക്സ് എങ്ങനെ ഇവിടെ വന്നത് അപ്പോൾ ഇത് ധ്യാനുട്ടൻ്റെ അറയാണ് കേട്ടോ. ധ്യാനുട്ടന് കൊടുത്തിട്ടുള്ളത് ഞാൻ. ഇത് ധ്യാനുട്ടൻ്റെ കളിക്കണ സാധനങ്ങൾ, അതേപോലെ പഠിക്കണത്, കളറിങ്, അങ്ങനത്തെയൊക്കെ വെക്കാനായിട്ട് അവനൊരു ബാഗും അവൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അവൻ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകണ ബാഗല്ല കേട്ടോ, അത് ഞാൻ ഇവിടെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകണ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത് വെക്കണത്. ഇതിൽ അവൻ കളിക്കണ ചിത്രം വരയ്ക്കാൻ, പിന്നെ ഇവിടെ അവൻ്റെ കുറച്ച് കാണാല്ലേ വണ്ടികൾ അങ്ങനത്തെ ഒക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഈ അറ ധ്യാനുട്ടൻ്റെ അറയാണ്. ധ്യാനുട്ടൻ്റെ അത്ഭുത സാധനങ്ങൾ വെക്കാള്. ധ്യാനുട്ടൻ പറഞ്ഞു തരാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല സുഖിട്ടുണ്ട് കേട്ടോ ഈശ്വര. പറഞ്ഞു ധ്യാനുട്ടൻ. ഇതപ്പോ എൻ്റെ സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ ബുക്ക് കണ്ട, എൻ്റെ ബുക്കുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതില് ധ്യാനുട്ടൻ്റെ സ്കെച്ച്, പെൻസില്, പിന്നെ അതായത് ഇതില് ഒരുപാട് സ്കെച്ചും പെൻസിലും ക്രയോൺസും ഒക്കെ ഉള്ളത്. ഞാൻ പുതിയതൊക്കെ മാറ്റി വെച്ചിരിക്കണം. കുറച്ചൊക്കെ ഞാൻ ഇതിലാക്കി വെച്ചിട്ടുണ്ട് അവനെ പെട്ടെന്ന് കളിക്കാനൊക്കെ. അപ്പം പുതിയതൊക്കെ ഒരുപാടൊക്കെ ഉണ്ട്. ഇവരൊക്കെ വാങ്ങി കൊടുക്കണം. എത്ര ഉണ്ടെങ്കിലും പിന്നെയും പറയും വേണമെന്ന്. അപ്പോൾ പുതിയതൊക്കെ ഞാൻ അതിലെടുത്ത് വെച്ചേക്കാണ്. നോട്ടൊക്കെ എഴുതണത്. ഇത് ധ്യാനുട്ട് ഉണ്ടാക്കിയ ഒരു തോണിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ താഴത്തെ അറയിലേക്ക് വരുമ്പോൾ ഇതിലും എൻ്റെ ബുക്കുകൾ തന്നെയാണ്. ഇതെനിക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ബുക്കുകൾ, അത് ഞാൻ കവറിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള, പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതും ബുക്കുകൾ തന്നെയാണ്, ഇതും ബുക്കുകളാണ്, റെക്കോർഡ് ബുക്കുകളും ഒക്കെയാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാലൊന്നും എടുക്കും മോനെ. പിന്നെ താഴെ വരുമ്പോൾ കവറുകൾ സെക്ഷനാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയ എല്ലാ കവറുകൾ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കവറുകൾ, പിന്നെ അതേപോലെ ഓരോന്നൊക്കെ വാങ്ങിയിട്ടുള്ള കവറുകൾ, എന്തെങ്കിലും ആവശ്യത്തിന് കവർ വേണമെങ്കിൽ ഇതിൽ തപ്പുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ചെരുപ്പ് ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടെടുക്കണം, എന്നാ ഒന്നും പറ്റില്ല, നീ അത് വീഴണ്ട കേട്ടോ. ഈ അലമാരയിൽ അതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സ്റ്റാൻഡ് ഉണ്ട്, എംബ്രോയ്ഡറി സ്റ്റാൻഡ്, പിന്നെ എൻ്റെ മെഷീൻ. ഇതൊക്കെ എന്താ ധ്യാനുട്ട വേസ്റ്റൊക്കെ എൻ്റെ മെഷീനും ഉണ്ട് കേട്ടോ. ഞാൻ ഈ മെഷീനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ പഴക്കം എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് തന്നെയാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അടിക്കുന്ന സമയത്ത് കസാര കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇടും. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ കസാര വെക്കാറില്ല, അത്രയും സ്ഥലം പോവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ കസാര വെക്കാറില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്യണ സമയത്ത് കസാര കൊടുന്നിടും. ഇത് പിന്നെ താഴെ ഇരുന്നിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ ഇത് വേസ്റ്റ് ഇടുന്ന കേട്ടോ, വേസ്റ്റ് ഇടുന്നതാണ്. പിന്നെ ഇവിടെ വീശറി ഇരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കറണ്ട് പോയപ്പോൾ വീശറി ഇവിടെ ഉണ്ടായിരുന്ന വീശറിയാണ്, അത് നമ്മൾ വീശാൻ വേണ്ടി എടുത്താണ്. പിന്നെ ഇവിടെ കർണേട്ടൻ്റെ സ്പീക്കർ ഇരിക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ധ്യാനോട്ടം വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ വൈബ് പിടിക്കാൻ ഇത് വെച്ചിട്ട് നമ്മളിവിടെ ഡാൻസ് കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജനലിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇന്നലെ രാത്രി ഊരി വെച്ച കമ്മലാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ധ്യാനുട്ടൻ്റെ കളിസാധനങ്ങളാണ്. ഇപ്പോൾ അടുത്ത് ധ്യാനുട്ടന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ചാർജ് ഇത്ര നാളായിട്ട് കേട് വന്നിട്ടില്ല. ധ്യാനുട്ടൻ എന്നെ അത്ഭുതം, അത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. പിന്നെ ധ്യാനുട്ടൻ്റെ വേറൊരു തോക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ധ്യാനുട്ടൻ്റെ ബോട്ടിൽ, അയ്യോ ഒരു കുഴപ്പമില്ല. ഈ പ്രാവശ്യമാണ് ധ്യാനുട്ടൻ്റെ എല്ലാ ഐറ്റംസും കേടുപാട് കൂടാണ്ട് വീട്ടിലേക്ക് എത്തിയത്. ഒരു കുപ്പി കളഞ്ഞു, ഒരു വെള്ള കുപ്പി. നമുക്ക് ചൂട് സഹിക്കില്ല. കുറച്ച് നേരം ഫേഡാണ്ട് നിന്നാട്ടാ. എന്താ ചൂട്, ഞാൻ ചെറുതാക്കിയിട്ട് ഇടാം, സൗണ്ട് കേൾക്കൂന്നറിയാം. ചെറുതാക്കി കേക്കുണ്ടെങ്കിൽ പിന്നെ എന്ത് കമന്റിലിടുന്നു, കേക്കുണ്ടെന്ന്. അയ്യോ എന്താ ചൂട് ഈശ്വരം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ. ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളിപ്പം ആ വശം മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരാണ്ട്. ഞാൻ പറഞ്ഞത് വന്നത് എന്താ വെച്ചാൽ ധ്യാനുട്ടൻ്റെ
UKG-യില് ധ്യാനോട്ടൻ പഠിക്കുന്ന UKG-യിൽ ചേർന്ന സമയത്ത് നമ്മള് മുന്നേ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവനെ UKG-ക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ വർഷം ഉണ്ടാവുമോ, കേടുപാട് ഒക്കെ വന്നിട്ടുണ്ടാവുമോ, ഞാൻ എന്തായാലും വീഡിയോയിൽ പറയണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ധ്യാനോട്ടൻ ആ സാധനം ചെരുപ്പെടുത്ത് വെച്ച ഈ പ്രാവശ്യം ധ്യാനോട്ടന്റെ ഒരുവിധ സാധനങ്ങളൊക്കെ ധ്യാന അത്രയും നീറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും പെൻസില് അതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ബോക്സ്, പിന്നെ അതേപോലെ സ്നാക്സ് ബോക്സ്, ബോട്ടില്, ബാഗ്, ബുക്ക്, അങ്ങനത്തെ ഒക്കെ ഒരുവിധം നീറ്റായിട്ട് തന്നെ കൊണ്ടുവന്നു. ഒരു കുപ്പി മാത്രം കളഞ്ഞു ലാസ്റ്റ്. അത് കേടു വന്നിട്ടല്ല കേട്ടാ, ഞാൻ ആനുവൽ ഡേന്റെ തലേദിവസമാണ് അത് പോയത്. ഞാൻ ആനുവൽ ഡേ അന്ന് പോയിട്ട് കുറെ നോക്കി, പക്ഷെ അത് കിട്ടിയില്ല. സംഭവം പോയി. അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല വലിയൊരു കുപ്പിയായിരുന്നു. ഈ കുപ്പി ഇപ്പൊ ഈ കാണിച്ചെന്ന നീല കുപ്പി ഞാന് കഴുകാൻ വെച്ചേക്കായിരുന്നു. അത് കാരണം ഞാൻ ആ വലിയ കുപ്പി കൊടുത്തയച്ചതാണ്. മാല എത്ര നേരം ചെരിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നു. അപ്പോ അത് കഴുകാനിട്ട കാരണമാണ് ഞാൻ ഈ പുതിയ കുപ്പി കൊടുത്തയച്ചത്. നല്ല വലിയ കുപ്പിയായിരുന്നു, അത് കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ അതാണ്. ഇപ്പൊ ധ്യാനത്തിന് വെക്കേഷനാണ്, ധ്യാനത്തിന് ഒരു ഐറ്റം വരാണ്ട്, അതിനുള്ള വെയിറ്റിംഗ് ആണ് ഞങ്ങള്. അപ്പൊ ഇനി ബാക്കി ഭാഗം കാണിച്ചു തരാം കേട്ടോ. ബാക്ക് ക്യാമറയിൽ എടുത്ത് കാണിച്ചു തരാം. കണ്ണേട്ടൻ ഉണ്ടെച്ചെങ്കിൽ എന്റെ ഉയരത്തിൽ നിന്നിട്ട് ഫ്രണ്ട് ബാക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് കാണിക്കായിരുന്നു, ക്യാമറയിൽ കാണിക്കായിരുന്നു. പക്ഷെ ഇതിപ്പോ ഞാനാണ് കാണിക്കണതും പറയണതും ഞാൻ തന്നെ ആയത് കാരണം നിങ്ങൾ രണ്ടും കൂടി നടക്കും തോന്നുന്നില്ല. ഇവിടെ എന്തോ കടിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഇപ്പൊ നിർത്താമ്പോ കണ്ടില്ല. ഇവിടെ പാടായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മാറി, ഞാൻ മരുന്നൊക്കെ തേച്ചു കൊടുത്തു. ഇപ്പൊ അത് ഉണക്കായിട്ടുണ്ട്. നല്ല വേദന ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ. പിന്നെ ഇങ്ങനെ ഇളകുമ്പോഴൊക്കെ അവന് വേദന ഉണ്ടായിരുന്നു. ഇനി താങ്കളൊന്ന് എണീക്കൂ, ബാക്കി കാണിച്ചു കൊടുക്കട്ടെ. അയ്യോ, മറ്റേത് കട്ടിലിന്റെ മുകളിൽ നിന്ന് എണീക്കാൻ നല്ല എളുപ്പമാണല്ലോ. ഇപ്പൊ താഴെയാണ് ഇരുത്തം കെടുത്തം. അപ്പൊ ഇവിടുന്ന് എണീക്കാന്ന് വെച്ചാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിത് ഇവിടെ വരെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതൊക്കെ കാണിച്ചത് ഞാന്. ഇവിടെ ഇതൊക്കെയാണ് ക്ലിയർ ആയിട്ട് പോകുന്നു. അപ്പൊ ഇതാ നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ വരകൾ മസ്റ്റാണ് കേട്ടോ. ഇതെല്ലാ ഭാഗത്തും ഉണ്ട്. എവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ജനല ഞാൻ മുന്നൊക്കെ തുറന്നിട്ടാണ്. ഇപ്പൊ തുറന്നിടാൻ പേടി, പാമ്പ് ഒക്കെ വരുമോ വിചാരിച്ചിട്ട് അങ്ങനെ തുറന്നിടില്ല. ഞാൻ ഇവിടെ ഉണ്ട് ചെയ്യാൻ കുറച്ചു നേരം തുറന്നിടുക എന്നല്ലാണ്ട് അപ്പം അങ്ങനെ തുറക്കാറില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അലമാര. ഇവിടെ ഇത് ധ്യാനൂട്ടന്റെ സ്റ്റിക്കർ കേട്ടോ. ഞാനിവിടെ ഒട്ടിച്ചു വെച്ചതാണ്. അതാണ് തട്ടിപ്പറിച്ചെടുത്തു എന്ന് പറയുന്നത്. തുറന്ന് കാണിച്ചു തരാൻ മാത്രം ഒന്നുമില്ല. എൻ്റെ ഭാഗം ഞാൻ എപ്പോഴും എൻ്റെ ഭാഗം അത്തിരി അലങ്കോലമായിട്ടാവും കിടക്കുന്നുണ്ടാവുക. കാരണം 2 ദിവസം മുന്നേ ഞാൻ ഒതുക്കി വെച്ചപ്പോൾ എല്ലാം ഒതുക്കി വെച്ചു. കണ്ട ഇതായിട്ട് തുറക്ക് എല്ലാം ഒതുക്കി പറക്കി സെറ്റാക്കി വെച്ചു. പക്ഷെ എൻ്റെ അറ മാത്രം ഞാൻ ഒതുക്കിയില്ല. ഇത് എത്ര ഒതുക്കിയാലും ഒതുങ്ങില്ല. അപ്പം അത് കാരണം ഞാൻ ഒതുക്കാൻ മെനക്ക് കിട്ടില്ല. ഞാൻ പിന്നെ പെട്ടെന്നുള്ള ഒരു ഒതുക്കലായിരുന്നു. വിഷുവിനൊക്കെ വയ്യാണ്ടിരിക്കണ കാരണം എനിക്ക് റൂം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ 2 ദിവസം മുന്നെയാണ് പൊക്കൊന്ന് ഒതുക്കിയത്. അപ്പോൾ കണ്ണായിട്ടിൻ്റെ അറിയും. പിന്നെ അതേപോലെ ഇത്തിരി ഹെവി ഐറ്റംസ് ഒക്കെ താഴെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചു. ഈ അറ മാത്രം ഒതുക്കിയിട്ടില്ല. ഞാൻ അതിനൊരു ദിവസം ഇരിക്കണം. അപ്പം അലമാരയിൽ അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പറഞ്ഞോ. ധ്യാനൂട്ടനെ ഇതിന്റെ ഒരു വിവരണം നിങ്ങൾക്ക് തരണം എന്നാണ് പറയണത്. അപ്പൊ ഞാൻ ഇവരെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഞാൻ പറയണ അപ്പൊ പണ്ടത്തെ പോലെ എടുത്തുക്കാനൊന്നും വയ്യ. പറഞ്ഞു. ഇത് എന്താ ചീനി ചോദിക്കുന്നത്, ഇത് സന്തോഷത്തോടെ ഇരിക്കുന്നത്, ഇത് TV ആണ്. TV ഒന്നുമില്ല, ഞെട്ടണതല്ല ഇത്. ഓക്കെ. അപ്പൊ അതൊക്കെ ധ്യാനൂട്ടന്റെ കൈയോടെ കുടുങ്ങിട്ടോ, അല്ല ഡ്രസ് അവിടെ കുടുങ്ങി. ഇവിടുന്ന് ഇതാ ഈ അലമാരിയുടെ ഇപ്പുറത്ത് വരുമ്പോ ഡിസൈൻ പിന്നെ ഓൾറെഡി ഇവിടെ ഉണ്ട്, പിന്നെ പറയണ്ടല്ലോ. അതിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോ ഇത് കണ്ണേട്ടന്റെ തോർത്ത്, ഇതിന്റെ തോർത്ത്, ഇത് ധ്യാനൂട്ടന്റെ തോർത്ത്. ഈ 2 ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ എടുത്തു വെക്കും. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാവാറില്ല. ഈ സംഭവത്തിന്റെ യഥാർത്ഥ സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് യഥാർത്ഥ സ്ഥലം. കണ്ണേട്ട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അവിടെയാണ് വെക്കുക. പിന്നെ ഞാൻ ഉണങ്ങിയിട്ട് ഞാൻ വേണം അങ്ങനെ വെക്കാം. ചില ദിവസം ഞാൻ മറക്കും. അപ്പൊ പക്ഷെ ഞങ്ങളുടെ 2 പേരുടെ ഞാൻ അപ്പയ്ക്കപ്പം അത് ഇങ്ങനെ സെറ്റാക്കി വെക്കും, മടക്കി വെക്കും. ഇത് ഞാൻ ഉണങ്ങിയപ്പോൾ ഇങ്ങനെ മടക്കി, ഇത് ഇങ്ങനെ അധികം കാണാറില്ല. അപ്പൊ ഇത് ഞങ്ങളുടെ 3 പേരുടെയും തോർത്ത്. പിന്നെ ഇതാണ് ധ്യാനൂട്ടന്റെ ബാഗ്. അതൊക്കെ കാണിച്ചു കൊടുക്കാൻ.
ഇത് ധ്യാനട്ടന്റെ ബാഗ് ഞാൻ സ്കൂൾ കഴിഞ്ഞപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചതാണ്. പിന്നെ ഇവിടെ ഈ സൈഡിലാണ് ഞാൻ അലക്കാനുള്ളതൊക്കെ, അയ്യോ കാണാനില്ലല്ലേ, ഈ സൈഡിലാണ് ഞാൻ അലക്കാനുള്ളതൊക്കെ വെക്കുക. ഇന്നിപ്പോ ധ്യാനട്ടന്റെ കർച്ചീഫ് മാത്രമല്ല, ബാക്കിയൊക്കെ ഞാൻ അലക്കി. അവിടെ കഴിഞ്ഞ് വരുമ്പോ ഞങ്ങളുടെ 2 കുട ഇരിക്കുന്നുണ്ട് കേട്ടോ. ധ്യാനട്ടന്റെ കുട, ഇത് എന്റെ കുട. ഞങ്ങള് സ്കൂളിലേക്കൊക്കെ പോണ സമയത്ത് വെയിലും മഴയൊക്കെ വന്നാൽ ഞങ്ങള് എടുക്കണതാണ്. അതിന്റെ അപ്പുറത്താണ് നമ്മുടെ ബെഡ് വെച്ചിട്ടുള്ളത്, ബെഡ് ചാരി വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങോട്ട് മറിഞ്ഞ് വീഴില്ല കേട്ടോ, ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ വെച്ചേക്കാണ്. ബെഡ് വാങ്ങിയെന്ന് തന്നെ ഉള്ളൂ, നമ്മൾ അധികം കിടക്കാറില്ല, നമ്മൾ വെറും നിലത്താണ് കിടക്കാറ്. പിന്നെ ധ്യാനൂട്ടനെ ആലോചിച്ചിട്ട് ഇടയ്ക്ക് ബെഡ് ഇടും, പക്ഷെ നല്ല ചൂടാവും. പിന്നെ വല്ല തുണിയൊക്കെ വിരിച്ചിട്ട് ധ്യാനൂട്ടനെ കിടത്തും. ഞങ്ങൾ ഇപ്പോൾ ഫുൾ ടൈലിലാണ് ഞാൻ കിടക്കണത്. ഞാനും കണ്ടായിരുന്നു, ചൂട് അത്ര സഹിക്കണില്ല. അപ്പൊ ഇനി ബാക്ക് ക്യാമറയിൽ ഒന്നും കൂടി ഈ ഭാഗം കാണിച്ചു തരാം കേട്ടോ. തലോണ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ, മോളിത്തെ കാണിച്ചെന്ന കാരണമാണ് അത് കാണിച്ചു തരാൻ പറ്റാണ്ടിരുന്നത്. തലോണ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ തന്നെയാണ് കേട്ടോ കിടക്കുക. 3 പേർക്ക് അത്യാവശ്യം നല്ല നീണ്ടു നിവർന്ന് ചെരിഞ്ഞ് കിടക്കാൻ പറ്റും കേട്ടോ. കട്ടിലാണെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ തലോണയൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കണം. പിന്നെ ഞാൻ താഴെ ഇന്നെ കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ക്ലീൻ ചെയ്ത് ഇടൂട്ടെ ഈ താഴ്വശം. കാരണം ഇപ്പൊ താഴെയല്ലേ കിടക്കണത്. മുന്നേ ആണെങ്കിലും ഞാൻ ഡെയിലി വൈകുന്നേരങ്ങളിൽ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ വൈകുന്നേരം അടിച്ചിട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് രാവിലെ ഇപ്പം എത്ര ചെയ്താലും വൈകുന്നേരം കിടക്കണതിന്റെ മുന്നേ ഞാൻ ഒന്നും കൂടി ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. കട്ടിലുള്ള സമയത്തും. ഇപ്പൊ കട്ടിലില്ലാത്തപ്പോൾ ഒന്നും കൂടി ക്ലീനിങ്. കാരണം താഴെയുള്ള ഒരു പേടി. ഇപ്പൊ പിന്നെ ന്യൂസുകളും അങ്ങനത്തെ തന്നെയാണല്ലോ. അപ്പൊ നമ്മളിതാ മുകളിൽ ഇത് അവിടെയൊക്കെ നമ്മൾ നോക്കിയിട്ടാ, ഇവിടെയാണ് വാഷികള് കാര്യങ്ങളൊക്കെ വെക്കുക. പിന്നെ ഇവിടെ 2 കുട, പിന്നെ കണ്ണേട്ടൻ്റെ ഷർട്ടുകളൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ ബെഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ കുറച്ച് തുണികളും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ബാഗുകളിലുള്ളത്. ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയ എൻ്റെ ബാഗാണ് കേട്ടോ. ധ്യാനുട്ടൻ്റെ ചെറുപ്പ സമയത്താണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ബാഗ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ കുറേ ആയിട്ട് ബാക്കിലിടുന്ന ബാഗ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. ഇപ്പം എനിക്കൊരു കൊതി തോന്നിയപ്പോൾ ഞാൻ ഈ ബാഗ് വാങ്ങി യൂസ് ചെയ്തു കേട്ടോ. നല്ല ബാഗ് തന്നെയാണ്. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ വാങ്ങിയിട്ടുള്ളതായിരുന്നു ഈ ബാഗായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ബാഗായിരുന്നു. ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബാഗ് തന്നെയാണ് കേട്ടോ. ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും നല്ല അടിപൊളി ബാഗ് തന്നെയാണ്. ഇത് പിന്നെ അതിൻ്റെ മുന്നേ വാങ്ങിയിട്ടുള്ള ബാഗ്, അതും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ബാഗാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഡെയിലി രാത്രി കിടന്നുറങ്ങാൻ വരുമ്പോൾ വെള്ളം കുപ്പി കൊണ്ടുവരും കേട്ടോ. രാവിലെ നേരം എടുത്ത് വയ്ക്കാറുണ്ട്. ഇന്ന് മറന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതിനെപ്പറ്റി 10 വർത്താനം പറയാനുണ്ട്. ആ സൈഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നത് ധ്യാനത്തിൻ്റെ അലമാര, പിന്നെ ഡോറ്. അപ്പം നമ്മളിതാ ഇങ്ങനെ ചുറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഇതാ ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടം വരെ എത്തി. ഇവിടെ ധ്യാനട്ട് ഇതൊക്കെ എടുക്കും കേട്ടോ. അപ്പം ഈ അലമാരയാണ് ഞാൻ ധ്യാനട്ടൻ്റെ 5ാം പിറന്നാളിന് ഞാനും കണ്ണേട്ടനും കൂടിയിട്ട് ധ്യാനട്ടന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു അലമാര. സ്പേസ് ഉണ്ടാ ചോദിച്ചാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ അതിൽ ഓരോ കള്ളികളായിട്ട് ഇരിക്കില്ല. അതിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ തുറന്നു പോരും. ആ കമ്പിയൊക്കെ ഇങ്ങോട്ട് നീങ്ങിപ്പോരും. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോയിൽ നിന്നോ വാങ്ങിയതാണ് കേട്ടോ. നല്ല അവൻ്റെ ഇപ്പോൾ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉള്ള കാരണം ഞാൻ നല്ല ഉപകാരപ്പെടുമല്ലോ എന്നൊക്കെ കണ്ട് വാങ്ങിയതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് ഇത്ര താഴെ വരണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അവിടെ സിബ് സ്റ്റിച്ചിങ് വിട്ടിട്ടുള്ള കേട്ടോ. 3 കള്ളിയായിട്ടാണ് ഉള്ളത്. ഇതാ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. സ്ഥലമൊക്കെ ഉണ്ട് കാരണം, പക്ഷെ അതിൽ വെക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെ വെക്കണില്ല, ഇരിക്കട്ടെ. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതില് ഇവിടെ കണ്ട, ഇവിടെ 2 ജോയിന്റ്, പിന്നെ അതേപോലെ ഇവിടെ ജോയിന്റ് ആയിട്ട് ഇവിടെ ഒരു അറ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ 2 ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അറയും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അറയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ മോളിൽ ഇത്ര ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അറയും കൂടി ആയിട്ട് സാധനങ്ങൾ നീ പിന്നെ ഇവിടെ വെക്കാനുള്ള ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ ഒരു അറ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര വെച്ചിട്ടും കാര്യമില്ല. അത് ഇതിൽ നിന്ന് വിട്ടുപോരും, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോരും. അപ്പൊ അത് കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം ഇതിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ധ്യാനട്ടന്റെ വീട്ടിലിടുന്ന ബനിയനോള്, ഇത് പിന്നെ ധ്യാനട്ടന്റെ പുതിയ ഡ്രസ്സുകൾ, പിന്നെ ഇവിടെ ധ്യാനട്ടന്റെ വീട്ടിലിടുന്ന ട്രൗസർ പാൻറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തൊക്കെ ഇരിക്കുന്നത് യൂസ് ചെയ്യാത്ത കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെയാണ് താഴത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ധ്യാനട്ടന്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ കൂടി ഇരിക്കുന്നത് ഇത് അടച്ചിട്ടോ. കാരണം ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ ഈ ഇവിടം തൊട്ടിട്ട് ഈ മുകളിൽ വരെ അടക്കി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ജോയിന്റ് ഒക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് പോരും. ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചേക്കാണ്.
അങ്ങനെ ഏറ്റവും നഷ്ടം അതിനപേക്ഷിച്ച് നോക്കുമ്പോ ഒരു മിനിറ്റ് കേട്ടോ, താഴ്ത്തിക്ക് ഇടാൻ അവനെത്തില്ല. ഇതിനപേക്ഷിച്ച് ഇത് സ്പേസ് ഒക്കെ കുറവാണ്. അത്യാവശ്യം ആ ഒരു ചെറുപ്രായത്തിൽ വെക്കാൻ അവന്റെ അലമാര, അവന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ല യൂസ്ഫുൾ. ആ ഒരു എന്താ പറയാ, കവറിന്റെ അവിടെ ഇതിൽ വിട്ട പോലെ ഒരു ഇത് മാത്രമാണ്. പക്ഷെ ഇതൊക്കെ നല്ല പെർഫെക്റ്റ്, നല്ല ജോയിന്റ് ആയിരുന്നു കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണതിനായിട്ട് ഇപ്പൊ അവിടെ സ്റ്റിച്ച് വിട്ടിട്ടുള്ളതാണ്. ഇതിന്റെ സ്റ്റിച്ച് മാത്രം തന്നെ വിട്ടിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി സാധനമായിരുന്നു ഇത്. അത്യാവശ്യം ചെറുപ്രായത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഇത് ധാരാളം തന്നെയായിരുന്നു. ഇപ്പുറം വന്നു കഴിഞ്ഞാൽ പിന്നെ വാതിലായി, കണ്ടു വാതില്. പിന്നെ നമ്മുടെ കട്ടില് ഉണ്ടായിരുന്നത് ഇവിടെയാണ് കേട്ടോ. ഒരു കട്ടില് ഇതാ യൂസ് ചെയ്യാണ്ട് ഇവിടെയാണ് നമ്മൾ ആദ്യം കട്ടില് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കട്ടിലിപ്പോ അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് ഇട്ടിട്ട് അവരിപ്പോ ആ കട്ടിലായിട്ട് കിടക്കണത്. ഇതും കിടക്കാൻ പറ്റുന്ന കട്ടിൽ തന്നെയാണ് കേട്ടോ. ഇതിനായിട്ട് ഇത്തിരി വലിപ്പുണ്ട് ആ കട്ടില്. അപ്പൊ അവരിപ്പോ ആ കട്ടിലാണ് കിടക്കണത്. ഇതിപ്പോ എന്താ പറയേണ്ടി ഒന്ന്, ഇതിപ്പോ വെറുതെ കിടക്കുകയാണ്. ഇപ്പൊ ആരും കട്ടിലേയും ബെഡിന്റെയും മുകളിലല്ല, അച്ഛനമ്മയ്ക്ക് ഹാളിലാണ്, ഇവിടെയാണ് കിടക്കുക. ഈ ഹാളിൽ ഇവിടെയാണ് കിടക്കുക. ഞങ്ങൾ അവിടെയും താഴെയാണ് കിടക്കുക. ഇത് കട്ടിലോളൊക്കെ വെറുതെ കിടക്കുക. നമുക്ക് പിന്നെ സ്പേസും ഇല്ല. എനിക്ക് മെഷീനൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ, ആര്യ വർക്ക് ചെയ്യാനൊന്നും സ്പേസ് ഉണ്ടാവില്ല. അപ്പം അത് കാരണം എന്താ പറയാ, കട്ടിലിങ്ങോട്ട് മാറ്റിയിട്ടു. അപ്പം നമ്മളിപ്പോൾ 3 പേരും താഴെയാണ് കിടക്കണത്. സ്പേസ് കട്ടിലിട്ടാലും സ്പേസ് ഉണ്ടാവില്ല. ഇതിൻ്റെ അത്ര ഒരു എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാ ഇത്തിരി ഇടുങ്ങിയിട്ടാവുമല്ലോ ആ കട്ടിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പം അത് കാരണം ഇപ്പം ഇങ്ങനെയാണ്. ഇടയ്ക്ക് രാവിലെ തുണി വിരിച്ച് കിടത്തും. പക്ഷെ അവനും നിലത്ത് കിടന്നാലാണ് കാറ്റ് കിട്ടുന്നുള്ളൂ. അങ്ങനെ പറയും. ചിലപ്പോൾ ബെഡ് അവിടെ ചാരി വെച്ചിട്ടുള്ള ബെഡ് ഇടും. എനിക്ക് താഴെ കിടക്കുമ്പോഴാണ് പിന്നെ ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ റൂം വിശേഷങ്ങൾ. കുറെ ആയി കാണിച്ചു തരണം വിചാരിച്ചു. ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ റൂമിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.